a simple moment and I'm feeling like tonight is one such moment. Life is പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളോട് തന്നെ പറയാനുള്ള ഒരു ആശയമുണ്ട്. വിജയ് സൂപ്പറും പൗർണമിയും സിനിമ നമ്മളോട് പങ്കുവെച്ചതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തായിരിക്കില്ല പലപ്പോഴും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നത്. But we have to wait for our time and definitely things will fall in its place. നമുക്ക് ഒരുപാട് ആശ്വാസം നൽകുന്ന ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള മെസ്സേജ് തന്നെയാണ് അല്ലെ, നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു റിയാലിറ്റി കൂടിയാണ്. നമ്മൾ ജീവിതത്തിൽ തളർന്നു പോകുമ്പോൾ കൂടെ നിൽക്കുന്നവരെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു പ്രത്യാശയുണ്ട്. അത് തന്നെയാണ് നമുക്ക് ലൈഫിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ പോസിറ്റിവിറ്റി. And now why I am talking about all these things? Because നമുക്കറിയാം ജീവിതത്തോട് അത്രമേൽ പ്രത്യാശയുള്ള പോസിറ്റീവായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരുപാട് കഥകൾ, ത്രില്ലിംഗ് ആയിട്ടുള്ള കഥകൾ നമുക്ക് സമ്മാനിച്ച് നല്ല നാളെ കുറിച്ചുള്ള വരികൾ നമ്മുടെ മനസ്സിൽ കോറിയിട്ട് ഒരു എഴുത്തുകാരനുണ്ട്, ഒരു സംവിധായകനുണ്ട്. അതേ വരികൾക്ക്, അതേ കഥകൾക്ക് കണ്ണിലെ തീക്ഷ്ണത കൊണ്ടും മറ്റാർക്കും സാധ്യമല്ലാത്ത നിഷ്കളങ്കമായ ചിരി കൊണ്ട്, പുഞ്ചിരി കൊണ്ട് ജീവൻ നൽകിയ ഒരു താരവുമുണ്ട്. നമ്മൾ മലയാളികൾ എല്ലാവരും നെഞ്ചിലേറ്റിയ The Blockbuster Duo. നമ്മുടെ ലൈഫിലെ ഒരുപാട് ഇമോഷൻസ്, ബീറ്റ് ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദമാകട്ടെ, പ്രണയമാകട്ടെ, ലൈഫിലെ ഹെൽപ്ലെസ്നെസ് ആകട്ടെ, അതെല്ലാം ഏറ്റവും മനോഹരമാക്കി കോർത്തിണക്കിക്കൊണ്ട് മലയാളി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ച് മലയാള സിനിമ ആഘോഷിച്ച The Classic Combination. Ladies and gentlemen, today we are here to witness the coming together of the incredible creative forces of the Malayalam film industry, the ever versatile actor Asif Ali, and the wonderful and beautiful storyteller Jiz Joy. ഈ സ്നേഹമാണ്, ഈ ആവേശമാണ് ഈ രണ്ട് പേര് കേൾക്കുമ്പോൾ നമ്മളെല്ലാ മലയാളികളുടെയും ഉള്ളിൽ തോന്നുന്നത് അല്ലെ. ഒരുപാട് സിനിമകൾ, ഒരുപാട് ഇമോഷൻസ് തിയേറ്ററിൽ നമ്മൾ കാണുമ്പോൾ മനസ്സ് നിറഞ്ഞ് നമ്മൾ ചിരിച്ചിട്ടുണ്ടെങ്കിൽ it's because of the magic these two combinations are giving us. So now this marks the beginning of beautiful journey. We are about to begin a beautiful story, and right now, right here, it is time for us to take the very first step. And now it's with immense happiness and pleasure according a very warm welcome to all the wonderful people gathered here to be a part of the title launch along with the motion graphics of the upcoming film directed by Jiz Joy and starring Asif Ali. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നെഞ്ചിലേറ്റിയ ഒരു ക്ലാസിക് എപ്പിക് കോമ്പറ്റീഷൻ ബ്ലോക്ക് ബസ്റ്റർ ഡുവോ വീണ്ടും വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു സിനിമ സ്നേഹിക്കുന്ന, സിനിമ ആസ്വദിക്കുന്ന ഏതൊരു പ്രേക്ഷകനും അങ്ങേയറ്റം എക്സൈറ്റഡ് ആക്കുന്ന, ഒരുപാട് സന്തോഷം തരുന്ന ഒരു അനൗൺസ്മെന്റ് തന്നെയാണ് ആസിഫ് അലി, ജിസ് ജോയ് വീണ്ടും ഒന്നിക്കുന്നു എന്നുള്ളത്. ആൻഡ് അറ്റ് ദ മൊമെന്റ് ആ സിനിമയുടെ ടൈറ്റിൽ എന്താണ്, പേരെന്താണ് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് അല്ലെ. ആ ഒരു കാത്തിരിപ്പിന് ഇന്ന് വിരാമം കുറിക്കുകയാണ്. Very shortly we will be marshalling the grand launch of the title. നമ്മൾ മലയാളികൾക്ക് മുന്നിലേക്ക് സിനിമയുടെ ടൈറ്റിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. സിനിമയുടെ വിശേഷങ്ങൾ കൂടുതൽ നമ്മളോട് പങ്കുവെക്കുന്നതിനായി താരങ്ങൾ ഇവരും ക്രൂ മെമ്പേഴ്സ് ഇവരും എത്തിച്ചേർന്നിരിക്കുകയാണ്. Also we have the lovely presence of the stars of Malayalam cinema. എത്തിച്ചേർന്നിരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഏറ്റവും സ്നേഹത്തോടെ, സന്തോഷത്തോടെ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. So like already mentioned, ladies and gentlemen, the upcoming film directed by Jiz Joy, starring Asif Ali and lot of talented, versatile actors, is being produced by Sri T.R. Shamsuddin and Sri Venu Gopalakrishnan under, as we can see over here, Dreamcatcher Productions and Kalish Productions. ഇവിടെ എല്ലാം വാക്കുകൾ, ആശംസകൾ നമ്മൾ കേൾക്കുന്നതാണ്. തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ശ്രീ സുരേഷ് ഗോപാലൻ സർ ആണ്. And ladies and gentlemen, the film is a Govind Vasanta musical. So yes, ഓരോ പേര് കേൾക്കുമ്പോഴും നമ്മുടെ എക്സൈറ്റ്മെന്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. You can feel it coming in because ഇന്ന് മുതൽ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. ഇന്ന് മുതൽ സിനിമയ്ക്കായിട്ടുള്ള നമ്മുടെ ആഘോഷം തുടങ്ങുകയാണ്. So let us start celebrating once again. Hearty welcome everyone. And now പോസിറ്റിവിറ്റിയെ കുറിച്ച് നമ്മളിങ്ങനെ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബിഗിനിങ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനായി we are starting with a prayer, seeking the blessings for Almighty. പ്രാർത്ഥനയോട് കൂടി നമ്മൾ ആരംഭിക്കുകയാണ്. ഇവരുടെ ദയവായി പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റ് നിൽക്കാൻ അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം ഏറെ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് മിസ് റഹന റിയാസ്.
സ്വാഗതം ചെയ്യുന്നു. Inviting Ms. Rehana to lead us through the prayer. Formal proceedings, ladies and gentlemen. ഇവിടെ ഓരോ പേര് അനൗൺസ് ചെയ്യുമ്പോഴും നിങ്ങൾ എല്ലാവരും കൈയടി സൂചിപ്പിച്ചത് how excited we are about the film. ഒരുപാട് താരങ്ങൾ, നമ്മളെല്ലാം സ്നേഹിക്കുന്ന താരങ്ങൾ ഒന്നിക്കുന്നു എന്ന് പറയുമ്പോഴും അതിന്റെ എല്ലാം മേലെ നമ്മുടെ എക്സൈറ്റ്മെന്റ് ലെവൽ ഏറ്റവും അധികം ജനത്തിൽ നിൽക്കുന്ന ഫാക്ടർ is because of the blockbuster combination Asif Ali and Just Joy. So ഈ ഒരു കോമ്പിനേഷനെ കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. എന്നാൽ ആ ഒരു മനോഹാരിതയെ കുറിച്ച്, ആ ഒരു ബ്യൂട്ടിഫുൾ കമ്മിങ് ടുഗദറിനെ കുറിച്ച് ഒരു ചെറിയ കഥ പോലെ നിങ്ങൾക്ക് മുന്നിൽ നമ്മൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. We are bringing a beautiful video before you. And now let us immerse ourselves into ഓരോ സിനിമയിലും തിയേറ്ററിൽ കണ്ട് നമ്മൾ അത്രത്തോളം കൈയടിച്ചിട്ടുണ്ട്. ഇപ്പോ ഈ ഹാളിലും ഉയരുന്ന കൈയടി, ആർപ്പുവിളി, അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. So one more time, ladies and gentlemen, can we have a big cheer for the combination Asif Ali and Just Joy? Keep that coming in everybody, because ഇന്നത്തെ ദിവസത്തെ ഏറ്റവും മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റിലേക്ക് തന്നെയാണ് ഇനി നമ്മൾ കടക്കുന്നത്. ഒരു സംവിധായകനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സ് നിറഞ്ഞൊരു സന്തോഷമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ, ഒരു പുഞ്ചിരിയാണ് നമ്മുടെ മുഖത്ത് വരുന്നതെങ്കിൽ ആ സംവിധായകൻ ആരാണെന്ന് നമുക്ക് അധിക നേരം ആലോചിക്കേണ്ട ആവശ്യം വരില്ല അല്ലെ. വർഷങ്ങളോളം ശബ്ദം കൊണ്ട് മലയാളി മനസ്സ് കീഴടക്കിയ താരമാണ്. ഇന്ന് ആ ശബ്ദത്തിനപ്പുറം അദ്ദേഹത്തിന്റെ മാജിക്കൽ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ്, ഇംപെക്കബിൾ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ടാലന്റ്, തിയേറ്ററിൽ സിനിമ കാണുന്ന ഓരോ പ്രേക്ഷകന്റെയും ഷോൾഡറിൽ തട്ടി ഒരു ആശ്വാസവാക്ക് പറയുന്ന ഒരു മാജിക് ആണ് ഓരോ സിനിമ കാണുമ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നത്. Also we have given us some thrilling moments in the theater as well. Ladies and gentlemen, we are now about to celebrate the master of feel good movies, the one soul who gives us hope and happiness not just through his projects but just by himself. It is now time for us to welcome the director, Just Joy. With a big round of applause. മികച്ച കൈയ്യടി നൽകി തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഏറ്റവും heavenly ആയിട്ടുള്ള theater experiences നമുക്ക് സമ്മാനിച്ചിട്ടുള്ള നമ്മുടെ സ്വന്തം director sir, Just Joy. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. ആദ്യമേ തന്നെ പറയട്ടെ, 7ാമത് സിനിമയിലേക്ക് അങ്ങനെ എത്തിനിൽക്കുകയാണ്. ഡയറക്ടർ, റൈറ്റർ എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ പറയേണ്ട ഒരുപാട് ടൈറ്റിൽസ് ഉണ്ടല്ലേ. റൈറ്റർ ആണ്, ഡയറക്ടർ ആണ്, ആഡ് ഫിലിം ഡയറക്ടർ ആണ്, ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ്, ലിറിസിസ്റ്റ് ആണ്, വാട്ട് നോട്ട്. കൈവച്ച മേഖലകളിലെല്ലാം തന്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള താരമാണ്. ലൈക്ക് ഐ സെഡ്, സിനിമ കാണുമ്പോൾ മാത്രമല്ല നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി തോന്നുന്നത്. എപ്പോൾ ജസ്റ്റ് ജോയ് സാറിനെ കണ്ടാലും നമ്മുടെ ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ്. സാർ സംസാരിക്കുന്നത് കേട്ടിരിക്കുമ്പോഴും അത്രത്തോളം റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് വി ക്യാൻ ഓൺലി ഇമാജിൻ അബൌട്ട് ദ മാജിക് ദാറ്റ് യു ആർ ബ്രിങ്ങിങ് ടു ദ ഫിലിം. എക്സൈറ്റഡ് ആണോ മുഖത്ത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ എല്ലാവരോടും എന്താണ് ഇപ്പൊ പറയാറുള്ളത് സർ? ഓ ചെയ്യൂ. ദൈവത്തിന് നന്ദി പറയുകയാണ്. തലവൻ കഴിഞ്ഞിട്ട് തലവൻ റിലീസായിട്ട് 2 വർഷം കഴിഞ്ഞു. 2 വർഷത്തിന് ശേഷമാണ് ഒരു സിനിമ തുടങ്ങാൻ പോകുന്നത്. ഒരുപാട് ഏത് സ്റ്റോറിയിലേക്ക് ലോഞ്ച് ചെയ്യണം, ഏത് സ്റ്റോറിയിലേക്ക് എത്തണം, എങ്ങനെ മുന്നോട്ട് പോകണം, അങ്ങനെ ഒത്തിരി കടമ്പകൾ പിന്നിട്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. മറ്റൊരു കാര്യം, എൻ്റെ ഒരു സിനിമയ്ക്ക് ആദ്യമായിട്ടാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ടൈറ്റിൽ ആവുന്നത്. അങ്ങനെ പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട്. സാധാരണ എല്ലാ സിനിമയും കഴിഞ്ഞ 6 സിനിമയും ഷൂട്ട് കഴിഞ്ഞ് പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്തായിരിക്കും ടൈറ്റിൽ ഇടാറുള്ളത്. ഇത്തവണ അത് മാറ്റി കുറച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്തു. മിനിസ്റ്റർ എത്തി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ലോഞ്ച് ചെയ്യാവുന്നതാണ്. ഉറപ്പായിട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇത്രയും അധികം ആൾക്കാർ ഇവിടെ ഉണ്ടാകുന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്നെ ഏൽപ്പിച്ച കാര്യം മറ്റാരും ഏറ്റെടുക്കാനില്ലാത്തതുകൊണ്ടാണ് സ്വാഗത പ്രസംഗം ഞാൻ ഏറ്റെടുത്തത്. ഉറപ്പായിട്ടും കുറെ പേരുടെ പേരുകൾ ഞാൻ വിട്ടുപോകുമെന്ന് ആദ്യമേ തന്നെ ജാമ്യം എടുക്കുകയാണ്. ആദ്യമായി എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നവമാധ്യമ സുഹൃത്തുക്കൾക്കും എത്തിച്ചേർന്നതിന് എത്രയോ നേരം മുമ്പ് 5 മണി മുതൽ എല്ലാവരും ക്യാമറ വെച്ച് ഇറങ്ങിയായിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം പറയുകയാണ്. ഇവിടെ വന്നുകൂടിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, മറ്റെല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ എൻ്റെ ഫാമിലി ഉണ്ട്, പാരന്റ്സ്, കുടുംബം എല്ലാവരും ഉണ്ട്, അവർക്കും സ്വാഗതം പറയുന്നു. പിന്നെ ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞു തുടങ്ങേണ്ടത്, ഒഫീഷ്യലി ഞാൻ ജീവിതത്തിൽ ഒരുപാട് കടപ്പെട്ടിരിക്കുന്ന കുറെ വ്യക്തികളുണ്ട്. അതിനകത്ത് ഞാനിന്ന് വളരെ ഇമോഷണലാണ്. കാരണം അദ്ദേഹത്തിന്റെ പ്രസൻസ് ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. അത് മറ്റാരുമല്ല, എനിക്ക്
ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് അവസരം തന്ന എന്റെ ആദ്യ സിനിമയുടെ നിർമ്മാതാവ് ശ്രീ ഡോക്ടർ സജികുമാർ. ധാത്രി എന്ന് പറയുന്ന വലിയ സ്ഥാപനത്തിന്റെ ഓണറാണ് അദ്ദേഹം. ഒരു മാജിക് പോലെയാണ് എന്റെ ജീവിതത്തിലേക്ക് വന്നതും ഞങ്ങൾ പരിചയപ്പെട്ടതും ഒരു യാത്ര ഉണ്ടായതും യാദൃശ്ചികമായി കഥയെക്കുറിച്ച് അദ്ദേഹം കേൾക്കുകയും അന്ന് രാത്രി ഡിന്നർ കഴിക്കുമ്പോൾ ഈ സിനിമ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഡോക്ടർ ഒത്തിരി ഇങ്ങനെയാണ് വാക്കുകൾ കൊണ്ടൊന്നും നന്ദി പറഞ്ഞ പോരാ. അതുകൊണ്ട് തന്നെ എന്റെ രണ്ടാമത്തെ സിനിമ സൺഡേ ഹോളിഡേ ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് ഡോക്ടർക്കാണ്. ഒരുപാട് ഒരു സന്തോഷമുണ്ട് ഡോക്ടർ. അതുപോലെ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഇപ്പൊ റിപ്പീറ്റ് അടിച്ച് ഏഴാമത്തെ സിനിമയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതില് 7 സിനിമയിലും 6 സിനിമയിലും നായകൻ ആസിഫ് അലിയാണ്. ഒരു സിനിമ മാത്രം മറ്റൊരാൾ. എങ്കിലും ആ സിനിമയിൽ ആസിഫ് ഉണ്ടായിരുന്നു. ആസിഫിന് പ്രത്യേകിച്ച് സ്വാഗതം പറയേണ്ട ആവശ്യമില്ല, എന്റെ കുടുംബം തന്നെയാണ്. ഒരുപക്ഷെ എനിക്ക് എന്റെ വൈഫ് കഴിഞ്ഞാൽ എനിക്കൊരു നോട്ടം കൊണ്ട് ഒരാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ഈ ലോകത്തിലെ മറ്റൊരു ഒരേ ഒരു വ്യക്തി ശ്രീ ആസിഫ് അലിയാണ്. ആസിഫ്, സമ, ആദു, ഹൈക്കുട്ടി എല്ലാവരും ഉണ്ട്. ഒരുപാട് സന്തോഷം. മിനിസ്റ്റർ ഇങ്ങോട്ട് എത്തും. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലും അദ്ദേഹത്തിന് സ്വാഗതം പറയുകയാണ്. മിനിസ്റ്റർ OJ ജനീഷാണ് വരുന്നത്. സ്പോർട്സ് മിനിസ്റ്ററാണ്, നമുക്കറിയാം. അതുപോലെ അനൂപ് സാർ, TA നവാസ് അവരുണ്ട്. അതേപോലെ എനിക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ വർഷം US പോയവരുടെയായി. US ചെന്ന് ഒരു 20 ദിവസം എനിക്ക് അവിടെ താമസിക്കണം. അങ്ങനെ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൽ വന്ന ഒരു യോയോ പയ്യൻ. ഈ യോയോ പയ്യൻ ഭയങ്കര ഈ ടെസ്ലയുടെ ഏറ്റവും വില കൂടിയ ഒരു കാറുമായിട്ട് വന്നത്. ഈ കാറ് പുള്ളി ഇങ്ങനെ വിളിക്കുമ്പോൾ കാറ് തനിയെ അടുത്തേക്ക് വരുന്നു, കയറുന്നു, തനിയെ ഓടിച്ചോണ്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഭയങ്കര ന്യൂജൻ കാർ, ഇല്ലാത്ത ഫീച്ചേഴ്സ് ഇല്ല. അപ്പൊ ഈ ഇത്രയും വലിയ ഫീച്ചേഴ്സ് ഉള്ള ന്യൂജൻ കാറിൽ യോയോ പയ്യനോട് ഒരു പാട്ട് പ്ലേ ചെയ്യാവോ, നമുക്ക് 2 മണിക്കൂർ യാത്രയില്ലേ എന്ന് ചോദിച്ചപ്പോ പുള്ളി ഇട്ട പാട്ട് യാരോ ഇവൻ യാരോ സ്വന്തം യാർത്താടിവനോ മെയ്യഴകൻ സ്വന്തം ഗോവിന്ദ് വസന്ത. അപ്പൊ ആ പാട്ട് കേട്ടു. 20 ദിവസവും എവിടെയെങ്കിലും പോകുമ്പോൾ വേറെ ആൾക്കാരുടെ കാറിൽ കയറുമ്പോഴും സ്വന്തമായിട്ട് കാർ ഓടിച്ചു പോകുമ്പോഴൊക്കെ ഇത് ലൂപ്പിലാവാൻ തുടങ്ങി. ഈ പാട്ട് ഞാൻ പോലും അറിയാതെ രാത്രി കിടക്കുമ്പോഴൊക്കെ കമൽഹാസൻ സാറിന്റെ സ്വരത്തിലും കൂടിയാണ് കേൾക്കുന്നത്. അപ്പോ ഈ പാട്ടിന്റെ പല്ലവി എന്റെ മനസ്സിലും ഞാൻ പാടാൻ തുടങ്ങി. യാറോ ഇവൻ യാറോ, യാരണ ഇവൻ, നാട്ടിലെത്തി അടുത്തൊരു പടം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവനെ വെച്ചിട്ടേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഗോവിന്ദിനോട് ഗോവയിൽ വെച്ച് പറഞ്ഞു. ഗോവിന്ദ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് കണ്ടപ്പോ ഗോവിന്ദ് സർക്കിട്ടിന്റെ ഒരു കാര്യത്തിന് പോയപ്പോ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോ ഗോവിന്ദ് കമ്മിറ്റ് ചെയ്തപ്പോ എനിക്ക് വലിയ സന്തോഷമായി. ഗോവിന്ദ് ഒരുപാട് വീട്ടിൽ നിന്ന് ഗോവിന്ദിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഗോവിന്ദിന്റെ കുഞ്ഞെന്റെ അടുത്ത് ബൈ എന്ന് പറഞ്ഞു. നമ്മൾ ഒരിക്കലും ബൈ പറയരുത്, ഞങ്ങള് വലതുകാലം വെച്ച് കയറിയിട്ടേ ഉള്ളൂ സിയു പറഞ്ഞു. അപ്പൊ ഗോവിന്ദ് ഒത്തിരി സന്തോഷം. ഗോവിന്ദന് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന 95 ആഡ് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇത്രയും വർക്ക് ചെയ്ത മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഒരു കോണ്ടന്റ് കൊടുത്താൽ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ക്വാളിറ്റിയിൽ തരുന്ന വേറൊരു മ്യൂസീഷ്യനോട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ഗോവിന്ദ്. സത്യമാണ്. അത് ഇന്ന് നിങ്ങൾക്ക് ആ മ്യൂസിക് കേൾക്കുമ്പോൾ, എന്നോട് പ്ലേ ചെയ്യുന്ന മ്യൂസിക് കേൾക്കുമ്പോൾ മനസ്സിലാവും ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ എന്റെ ഡബിങ് ആർട്ടിസ്റ്റ് ആണ്, ലിറിസിസ്റ്റ്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ അതേപോലെ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഞാൻ എന്നെ കൊണ്ട് നടക്കുന്ന എന്റെ കുടുംബമുണ്ട്. ആ കുടുംബത്തിന്റെ പേര് ഇൻസോംനിയ ഫാമിലി എന്നാണ്. മൈ പാർട്ട്ണർ ഇൻ ക്രൈം മിസ്റ്റർ മെന്റലിസ്റ്റ് ആദി ആൻഡ് മൈ ഫാമിലി, അവരെല്ലാവരും ഉണ്ട് ഇവിടെ. ഒരുപാട് സന്തോഷം. പ്രിയപ്പെട്ട ചിദംബരം ഉണ്ട്, അസ്കർ അലി ഉണ്ട്. പിന്നെ അഭിനയിക്കുന്നവരുടെ കാര്യം ഞാൻ പ്രത്യേകം പറയുന്നില്ല. ഡോക്ടർ റോണി ഉണ്ട്. ഇവരൊക്കെ വിളിക്കും മുൻപ്. പിന്നെ ഇതില് ഒരാൾ പതുങ്ങി നിൽക്കുന്നുണ്ട് ബാക്കില്, അത് സഞ്ജയ് ബോവിയിലെ സഞ്ജയ്. അത് മുമ്പിലൊന്നില്ല ഇവിടെ ഇരിപ്പ്, വിളിക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ സഞ്ജയും ഞാനും സുരേഷും കൂടെ ഒരുമിച്ച് ഇരുന്ന് എത്രയോ രാത്രികളും പകലുകളും ഇരുന്നിട്ടാണ് ഇതിന്റെ എത്തിച്ചിരിക്കുന്നത്. ഇത് ഇപ്പൊ നാളെ ഷൂട്ട് ചെയ്യാവുന്ന ഒരു പരുവത്തിലേക്ക് ആക്കിയിരിക്കുന്നത്. അതേപോലെ ഒരാളെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. എന്റെ സൺഡേ ഹോളിഡേയില് ഷോ ഞാൻ കഥാപാത്രം നരേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു കഥ ഈ സിനിമ ഞാൻ എന്തിനാണ് ചേട്ടാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നിങ്ങളെ പോലത്തെ ഒരാള് ആസിഫ് അലിയെ തേച്ചാൽ നല്ല രസം ഉണ്ടാവുന്നു. അങ്ങനെ എനിക്ക് ആറ്റ ഡയലോഗിലാണ് ശ്രുതി വീഴുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ശ്രുതി ഇത് ചെയ്താൽ എനിക്ക് വല്ല ഗുണം ഉണ്ടാവും എന്ന് ചോദിച്ചു. അപ്പൊ ഒരു ഗുണം ഉണ്ടാവില്ല. ആൾക്കാർ തേപ്പുകാരി എന്ന് വിളിക്കും,
പക്ഷെ ആ തേപ്പുകാരിയിൽ നിന്ന് ആ സ്മൃതി ഉയർത്തെഴുന്നേറ്റു മറ്റ് ഭാഷകളിലേക്ക് പോയി. മലയാളത്തിന്റെ അഭിമാനമായ അല്ലേ ടച്ച് എന്ന് തന്നെ കരുതിയിട്ട് ശ്രുതിയുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ്, ഞങ്ങളുടെ സ്വന്തം സഹോദരനാണ്, ഫ്രാൻസിസിനെയും സ്വാഗതം ചെയ്യാം. ഇനി എന്റെ പ്രിയപ്പെട്ട 2 പ്രൊഡ്യൂസേഴ്സ്, പ്രിയപ്പെട്ട ഷംസുദ്ദീൻ, നമുക്ക് പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത്രയേറെ നല്ല സിനിമകൾ 1983 പോലത്തെ നല്ല സിനിമകൾ വന്നിരിക്കുന്ന ഷംസുദ്ദീന്, വേണു ഗോപാലകൃഷ്ണൻ വൻകക്ഷിയാണ്. എത്ര പേരാണ് നമ്പർ വെച്ച് വിളിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങളുടെ പ്രൊഡ്യൂസർ അല്ലേ നമ്പർ തന്നോടെ. അപ്പൊ ഈ കക്ഷിയെ ഞാൻ കണ്ടിട്ടില്ല, ഇന്ന് കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. വലിയ സന്തോഷം നിങ്ങൾ രണ്ടുപേരും പ്രൊഡ്യൂസ് ചെയ്തതിന്. നമ്മുടെ പ്രിയപ്പെട്ട മലയാള സിനിമയെ ലോകത്തെവിടെ ചെന്ന് ഒരു സിനിമ ഏത് ഭാഷ അറിയാത്തവന്റെ മുമ്പിൽ ഇട്ട് കാണിച്ചു കൊടുത്താലും ഈ സിനിമ എന്റെ നാട്ടിൽ നിന്നാണ്. എന്റെ നാട്ടിൽ പത്മരാജൻ എന്ന് പറയുന്ന ഒരു ലെജൻഡ്, ഒരു പ്രൗഢിജി ഉണ്ടായിരുന്നു. ആ അദ്ദേഹത്തിന്റെ മോട്ടിവേഷനിലാണ് എത്രയോ ഫിലിം മേക്കേഴ്സ്, എത്രയോ സിനിമകൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം പുത്രൻ ശ്രീ അനന്ത പത്മനാഭൻ ഇവിടെ ഉണ്ടെന്നുള്ളത് ഒരുപാട് പെട്ടെന്ന് എണീറ്റുന്ന കാണാനും ഓർമ്മ. ഒരുപാട് സന്തോഷം. വർഷങ്ങൾക്ക് മുമ്പ് അവസാനിപ്പിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജയസൂര്യൻ കൂടെ 2001-2 മറ്റാണ് പാലക്കാട്ട് ഒരു സ്കൂളിന്റെ ആനുവൽ ഡേ ഉദ്ഘാടനം. ജയസൂര്യയാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങൾ രണ്ടുപേരും പുറപ്പെടാൻ ലേറ്റായി, അതുകൊണ്ട് അവിടെ എത്താനും ലേറ്റായി. അവിടെ ചെല്ലേണ്ട സമയം 6 മണിയായിരുന്നു വൈകിട്ട്. ഞങ്ങളവിടെ എത്തിയപ്പോൾ 6:45. ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരാൾ അവിടെ ഒരു 10,000 ആൾക്കാർ മുമ്പിലുണ്ട്. ഓപ്പൺ ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിൽ ഒരാൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനും ജയസൂര്യ ഒരു 10 മിനിറ്റ് ഇരുന്നു. അപ്പൊ കമ്മിറ്റിക്കാർ പറഞ്ഞു, അദ്ദേഹത്തോട് മാറാൻ പറയണോ, നിങ്ങൾക്ക് കയറണോ? നമ്മൾ വേണ്ട, അദ്ദേഹം പറയട്ടെ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പുള്ളി ഒരു 5 മിനിറ്റോട് കഴിഞ്ഞ് നിർത്തുമായിരിക്കുന്നു. പക്ഷെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പുള്ളി നിർത്തിയില്ല. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഇദ്ദേഹം ടോക്ക് നിർത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു. ആ ടോക്ക് നീണ്ടുപോയി. എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂറെങ്കിലും ഉണ്ടാവും. 1.5 മണിക്കൂർ ഒരു ക്ലാസ് ആണ്. ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്ന ഞങ്ങൾ പുതിയ മനുഷ്യന്മാരാണ് കുറച്ചു കാലത്തേക്കെങ്കിലും. അന്ന് മുതൽ എന്റെ സുഹൃത്താണ്, ജ്യേഷ്ഠനാണ്, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഡോക്ടർ സജീവ് നായർ, ദ വൺ ആൻഡ് ഓൺലി സജീവ് നായർ. എഡിറ്റ് ചെയ്താൽ കാണാൻ സജീവ. ആൻഡ്ലക്സിൽ കഴിഞ്ഞ പ്രാവശ്യം മൈസൂരിൽ വന്നപ്പോൾ 10,000 പേര് അങ്ങ് അറ്റം വരെ ഈ മനുഷ്യനെ കാണാൻ വേണ്ടി ഇരിക്കുന്ന കൊടുത്ത് ഞാനുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷം. ആരെങ്കിലും ഒക്കെ പേരെടുത്ത് പറയാൻ പറ്റും, സോറി പറഞ്ഞേ പറ്റൂ, പറയണം. കാരണം ബാലൻ എന്ന് പറയുന്നത് എനിക്ക് ചിദംബരത്തിന്റെ സിനിമകളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ചിതോടെയുണ്ട്, ഒത്തിരി ഇഷ്ടമാണ്. ജാനമനായിക്കോട്ടെ, മഞ്ഞുമൽ ബോയ്സ് ആയി നമ്മളെല്ലാവരും പോലെ. അപ്പൊ ബാലന്റെ പ്രിവ്യൂ ആവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ബാലന്റെ പ്രിവ്യൂവിനെ വിളിച്ചു, കഴിഞ്ഞു. ഈ കക്ഷിയെ ആൾക്കാരെല്ലാം പൊതിയുന്ന കണ്ടു. അന്ന് നമുക്കൊരു ഹൈ പറയാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഫർസാന നാട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരണം. ബാലനിലെ ഗെറ്റപ്പല്ലാതെ ഫർസാനെ നമ്മൾ ഇന്ന് ഇവിടെ കാണാം. ഒത്തിരി മീഡിയയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ വിളിച്ചപ്പോൾ തന്നെ ഒത്തിരി സ്നേഹത്തോടുകൂടി വന്ന ഫർസാനയ്ക്കും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഹൃദയപൂർവ്വം ഈ സായാഹ്നത്തിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് സർവ്വ നന്മകൾ ഈ സിനിമയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് നമ്മുടെ എല്ലാം പ്രാർത്ഥന ഈ സിനിമയ്ക്ക് ഉണ്ടാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി സിനിമ ഡയറക്ട് ചെയ്യുന്നത് പോലെ ഏറ്റവും വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഡയറക്റ്റഡ് ആയിട്ടുള്ള ഒരു വെൽക്കം നോട്ട് തന്നെയാണ് ജസർ ഇപ്പോൾ നമുക്കായിട്ട് സമ്മാനിച്ചത്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും അദ്ദേഹത്തിന്റെ ലൈഫിൽ എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്ന് മനോഹരമായിട്ട് ഏറ്റവും ഹൃദ്യമായ വാക്കുകളാൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. Now I think we should give a big round of applause once again to that one man who always spreads such huge waves of positivity. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്ന് മുതൽ നമ്മുടെ കാത്തിരിപ്പ് ആരംഭിക്കുകയാണ്. സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള സിനിമ എങ്ങനെയായിരിക്കും നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളത് കൂടുതൽ വിശേഷങ്ങളൊന്നും നമുക്കിപ്പോൾ ചോദിക്കാൻ പറ്റില്ല. പക്ഷേ പോകെ when we welcome the crew, when we welcome the cast, we will get to know more about that. And yes, and now ഇന്ന് ഈ സിനിമയുടെ ഭാഗമായിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷൻസ് തരുന്നവരാണ്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നവരാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും. അത്തരത്തിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത്. ജീവിതത്തിൽ സ്വപ്നം കണ്ട കാര്യങ്ങളെല്ലാം ഓരോന്നായി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു താരം തന്നെയാണ്. And now, ladies and gentlemen, ജസർ വെൽക്കം സ്പീച്ച് പറഞ്ഞപ്പോൾ ഉപയോഗിച്ച വാക്കൊരു വലിയ കക്ഷിയാണ് എന്നാണ്. അത് തന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ 100% റീറ്റെയിൽ ഫോക്കസ് ആയിട്ടുള്ള ഡിജിറ്റൽ ഫ്യൂച്ചർ ഡിസൈൻ കമ്പനി ലിറ്റ്മസ് 7 CEO none other than Sri Venu Gopalakrishnan.
And we also know how crazy he is about car, how crazy he is about riding. And now ഇന്ന് മുതൽ അദ്ദേഹത്തിന്റെ സിനിമയിലുള്ള ക്രേസും ആരംഭിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. He is stepping his feet into Malayalam film industry and this is going to be his first production. അപ്പോൾ ആ ഒരു ആവേശം ഉൾക്കൊണ്ട് തന്നെ മികച്ച കൈയ്യടി നൽകി തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. A big round of applause and welcoming Mr. Venu Gopalakrishnan, one of the producer who is gifting us the film. സ്റ്റേജിലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഷംസു സാറിനെയാണ് ഒന്ന് കണ്ണോടിച്ച് നോക്കിയതല്ലേ? സംസാരിക്കാൻ രണ്ടാമതും തീരെ പ്രതീക്ഷിച്ചില്ല. പക്ഷെ എന്നാലും സാർ, ഹൗ ആർ യു ഫീലിംഗ്? എക്സൈറ്റ്മെന്റ്, ഹാപ്പിനെസ്, എന്താണ് മനസ്സിലിപ്പോ തോന്നുന്നത്? എവറി ടൈം വെൻ യു സ്പീക്ക്, വീഡിയോസിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻസൈറ്റ്സ്, നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഇൻസൈറ്റ്സ് ഒക്കെ നമുക്ക് പങ്കുവെക്കുന്ന ആളാണ്. അപ്പൊ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ടേക്ക് ഹോം മെസ്സേജ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെ we are just curious to know how you're feeling at the moment. Very honestly speaking, I have no intention to get into movies at all. The only reason I'm standing here because of two people. One is Shamsu and the other one sitting there very quietly, Sanjay. And I was looking for you all along. What an amazing personality. I adore your way of thinking. And I felt I should be part of it. But I was trying to escape myself from this. Apra Shamsu was Shamsu was bomb. I'm excited for him more than for me. I'm excited for everybody sitting here, everyone sitting here, and this joy. I never met this person. I heard quite a bit about him. I'm not a movie guy. I mean, yeah. When he said Padmarajan's son is here, that's a privilege, honestly. Because when I interview people, I ask them one question. Why is Padmarajan Padmarajan? That's a question that I ask people for his authenticity, originality. So it is, I'm so privileged, and thank you, Rajeshya, Shamsu, and all of you, to put me into this place where I could meet all of these great legends. Happy to be here and excited for this project, and I wish good luck for this project. I think I should say we are equally excited for you happening in this film. നമുക്കായിട്ട് മലയാളികൾ ഒരുപക്ഷെ ഏറ്റവും ആന്റിസിപ്പേഷനോട് കൂടി തന്നെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് സമ്മാനിക്കാനായിട്ട് പോകുന്നത്. I can say congratulations, sir, and let it be just a beginning. Even though you're not fascinated about movies, we just wish that let this be a beginning and let Malayalam be blessed with more films coming from your production house. And we had one producer who definitely in the next segment പോകുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഷംസു സാറിനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. പക്ഷേ he is busy with something. All right, പിന്നെ സംസാരിക്കാം അല്ലേ? Okay, so let us keep the moment for him later when we get into the next proceedings. So now, ladies and gentlemen, അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നത് സിനിമയിലെ തിരക്കഥാകൃത്തായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപാലൻ സാറിനെയാണ്. അദ്ദേഹത്തെ ഏറ്റവും മികച്ച കൈയ്യടി നൽകി തന്നെ സ്വാഗതം ചെയ്യണം. because he is also marking his debut to the Malayalam film industry. അദ്ദേഹത്തിന്റെയും ആദ്യ പ്രൊജക്റ്റ് ആണ്. അത് ഇത്രയും വലിയൊരു ആന്റിസിപ്പേഷൻ, ഇത്രയും വലിയൊരു പ്രോമിസ് മലയാളി പ്രേക്ഷകർക്ക് നൽകിയാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. ഏറ്റവും സ്നേഹത്തോടെ, അങ്ങേയറ്റം ആവശ്യത്തോടു കൂടി തന്നെ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു കൈയ്യടി. Everyone, a big round of applause and welcoming Mr. Suresh Gopalan sir. നമസ്കാരം. ഇത് മറ്റൊരു കാരണം കൂടിയായ ആസിഫ് അലി. കൂടുതൽ പറയാനില്ല, ഇത്ര പേര് എങ്കിലും എക്സ്റ്റൻഡാണ് ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ. അതൊക്കെ പറയാം. തീർച്ചയായിട്ടും അധികം എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മലയാളികൾ എല്ലാവരും കാത്തിരിക്കുന്ന, ഏറ്റവും ത്രില്ലോട് കൂടി തന്നെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത് അല്ലെ? അതിന് എല്ലാവിധ ആശംസകളും ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ അറിയിക്കുകയാണ്. ഹാപ്പി, എക്സൈറ്റഡ്. ഇനി ഒരുപാട് വേദികളിൽ ഇതുപോലെ സംസാരിക്കാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സർ. നമ്മളോടൊപ്പം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ
Advocate O.J. Janesh sir എത്തിച്ചേർന്നിരിക്കുകയാണ്. The Honorable Minister for Youth Welfare, Sports, Registration, Government of Kerala. ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ അദ്ദേഹത്തെ ഈ അവസരത്തിലേക്ക് ഈ സായാഹ്നത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഹാർട്ടി വെൽക്കം സർ. അദ്ദേഹമായിരിക്കും നമുക്കായിട്ട് ടൈറ്റിൽ ലോഞ്ച് ചെയ്യുന്നത്. അദ്ദേഹത്തെ ഏറ്റവും ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ ഒരു കഥ പറയാനുണ്ടെന്നാണ് സർ പറഞ്ഞിരിക്കുന്നത്. ഒന്നുമില്ല, പറഞ്ഞല്ലോ, സുരേഷ് മലയാള സിനിമയിലേക്ക് വലതുകാലം വെച്ച് കയറുന്ന ഫസ്റ്റ് പടമാണ്. അപ്പൊ സുരേഷിനെ എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ കഴിഞ്ഞിട്ട് കഴിഞ്ഞു. ഇത് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാല് സന്തോഷ് ഏച്ചിക്കാനം എന്ന് പറയുന്ന വലിയ റൈറ്റർ ഒരു കഥ പറയാൻ ഞാൻ കുറെ നാളായിട്ട് സന്തോഷിന്റെ ഒരു സ്ക്രിപ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ സന്തോഷിന്റെ ഫ്ലാറ്റിലേക്ക് സന്തോഷിന്റെ കഥ കേൾക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ മനസ്സുകൊണ്ട് സെറ്റാ സന്തോഷ് കഥ പറയുമ്പോൾ. അങ്ങനെ സന്തോഷ് കഥ പറയാൻ തുടങ്ങുന്നതിന് മുൻപ് ഇദ്ദേഹം ഇവിടുന്ന് ഇറങ്ങി വരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാണത് ചോദിച്ചു. ഇതെന്റെ സുഹൃത്ത്, തൊടുപുഴയിലുള്ള കക്ഷിയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, പുള്ളി എഴുതും, അത്യാവശ്യം എഴുതുന്നു. അപ്പോ ഇദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടെന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞ് എന്റെ കയ്യിലേക്ക് തന്നു. സന്തോഷ് ചേച്ചിക്കാരത്തിന്റെ കഥ പറച്ചിൽ എന്തുകൊണ്ടോ അന്ന് നടന്നില്ല. പക്ഷെ തന്നുവിട്ട സ്ക്രിപ്റ്റ് ഞാൻ അന്നേലിരുന്ന് വായിച്ചു. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അതിലൊരു മനോഹരമായ സിനിമ കിടപ്പുണ്ട്. തലവന് മുൻപായിരുന്നു ഈ സംഭവം. അങ്ങനെ തലവന്റെ ഷൂട്ടിലൊക്കെ ഈ കഥ ഇങ്ങനെ മനസ്സിലിട്ട് ലാളിച്ച് ഇപ്പോൾ ഞങ്ങൾ ആ സിനിമ സന്തോഷ് ചേച്ചിക്കാരൻ പരിചയപ്പെടുത്തിയ, സന്തോഷ് ചേച്ചിക്കാരൻ വഴിമാറി തന്ന സുരേഷിന്റെ സ്ക്രിപ്റ്റ് ഞങ്ങൾ ചെയ്യുകയാണ്. ഇനി കൈയടിക്കാം. നല്ല കാര്യം തന്നെയാണല്ലേ. അപ്പൊ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരെയാണ്. ഇതുപോലെ ഒരുപാട് വേദികളിൽ ഒരുപാട് സിനിമകളുടെ ഭാഗമാകാനായിട്ട് പറ്റട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് തന്നെ ആശംസിക്കുന്നു. താങ്ക് യു. ഡെഫിനറ്റ്ലി താങ്ക് യു സോ മച്ച് സർ. And now, ladies and gentlemen, with the valuable presence of Minister Advocate O.J. Janesh sir, we are also welcoming some other eminent personalities here. എല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ ഈ സായാഹ്നത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജിസ്റ്റോയ് ആസിഫ് അലി ഒന്നിക്കുന്ന സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹപൂർവ്വം അങ്ങേയറ്റം ബഹുമാനപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യുന്നു. And now we have a lot of other crew members from the film to talk about. പക്ഷേ നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ എത്തിച്ചേർന്നിരിക്കുന്ന വേളയിൽ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഇനി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം ഈ വേദിയിൽ എത്തിച്ചേർന്നപ്പോൾ നമ്മൾ കണ്ടൊരു മനോഹരമായിട്ടുള്ള കാഴ്ച. ഹി വാസ് ഹഗ്ഗിങ്. നമ്മുടെ സ്വന്തം ആസിഫിക്ക് ഒരു വാം ഹഗ് നൽകിയാണ് അദ്ദേഹം ഇവിടേക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യം രേഖപ്പെടുത്തിയത്. ഫ്രം ദാറ്റ് വി കൻ അണ്ടർസ്റ്റാൻഡ് യുവ തലമുറയിലെ ആളുകളെ എത്രത്തോളം അദ്ദേഹം ചേർത്ത് നിർത്തുന്നുണ്ട് എന്നുള്ളത്, അദ്ദേഹത്തിനോടുള്ള കലയോടുള്ള സ്നേഹം എത്രത്തോളം വലുതാണെന്ന് നമ്മളിവിടെ കണ്ട് മനസ്സിലാക്കുക തന്നെയാണ്. And now, with all your permission, ladies and gentlemen, here I am availing this opportunity to wholeheartedly welcome the Honorable Minister Advocate O.J. Janesh on the floor. മികച്ചൊരു കൈയ്യടി നൽകി തന്നെ അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് നമ്മുടെ സെറമണീസ് നമ്മൾ തുടരുന്നതായിരിക്കും. With a big round of applause, let us give it up for Advocate O.J. Janesh, respected Minister for Youth Welfare, Sports, Registration, Government of Kerala. വെൽക്കം സർ. ജിസ്റ്റോയ് ആസിഫ് അലി ഒന്നിക്കുന്നതിന്റെ ഒരു മനോഹാരിതയെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു ഈവനിങ് കൂടുതൽ ധന്യമാക്കിക്കൊണ്ട് സാറും നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്താണ് സാറിന് ഇപ്പൊ എല്ലാവരോടും പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ വേദിയിലേക്ക് കടന്നു വന്ന സമയത്ത് തന്നെ ഞാൻ പ്രിയപ്പെട്ട ആസിഫ് എടുത്ത് പറഞ്ഞു, പണിയുടെ ശബ്ദം ആദ്യമായിട്ട് നേരിൽ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഏതാണ്ട് ഞങ്ങളൊക്കെ ഒരു കോളേജ് സമയത്ത് പിന്നെ അല്ലു അർജുന്റെ സിനിമകൾ കാണും, അല്ലു അർജുന്റെ ശബ്ദമായി കേട്ടിരുന്ന ഒരാള് ശ്രീ ജിസ്റ്റോയ് ആണെന്നുള്ളത് കുറെ കഴിഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ ഇന്ന് ആ ശബ്ദമൊക്കെ നേരിൽ കേട്ടു. ശ്രീ ആസിഫിക്കയുടെ ഒരു പുതിയ ചിത്രം പ്രിയപ്പെട്ട ഷംസുദ്ദീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ശ്രീ ജിസ്റ്റോയ് സംവിധാനം ചെയ്യുന്നത് അത് 6ാമത്തെ ചിത്രമാണ് നിർമ്മിച്ചത്. അത് ഞാൻ അദ്ദേഹം വിളിച്ച സമയത്ത് തന്നെ പറഞ്ഞു, ഡയറക്ടർ ജിസ്റ്റോയ് ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അപ്പൊ ഞാനിങ്ങനെ വെറുതെ ഒരു തമാശ ചോദിച്ചു, അപ്പൊ നായകൻ ആസിഫാണോ തമാശ ചോദിച്ചു. അപ്പൊ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് പറഞ്ഞു. അപ്പൊ ഒരു പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ചിൽ കൂടി പങ്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞാലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. ഈ ചിത്രം ഒരു സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു വലിയ മലയാള ചലച്ചിത്ര രംഗത്ത് ഒട്ടനവധിയായ ചലച്ചിത്ര മേഖലയിൽ ഒരുപാട് സിനിമകൾക്ക് പങ്കെടുക്കാനും അഭിനയിക്കാനും അതിന് നേതൃത്വം കൊടുക്കാനും സംവിധാനം ചെയ്യാനും നിർമ്മിക്കാനൊക്കെ ഈ ചലച്ചിത്രത്തിലെ എല്ലാ ക്രൂവിനും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ടൈറ്റില് പ്രയാസം ചെയ്തു. തീർച്ചയായിട്ടും അതിലേക്ക് തന്നെയാണ് നമ്മൾ കാണിക്കുന്നത്. സർ, പക്ഷേ അതിന് മുന്നേ കൗതുകം കൊണ്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ആസിഫിക്ക ജിസ്റ്റോയ് കോമ്പിനേഷനിൽ ഏത് സിനിമയാണ് സാറിന് ഏറ്റവും
ഫേവറേറ്റ് ആയിട്ടുള്ളത്? എനിക്ക് എല്ലാ സിനിമയും ഇഷ്ടമാണ്. ഡിപ്ലോമാറ്റിക് ആൻസർ ആയി പോലെ എല്ലാ സിനിമയും ഇഷ്ടമാണ്. നമുക്ക് എല്ലാവർക്കും എല്ലാ സിനിമയും ഇഷ്ടമാണ്. എന്നാലും ഒരു പൊടിക്ക് ഇഷ്ടം കൂടുതൽ ഒരു പരിമിതി എനിക്കറിയാവുന്ന പ്രസംഗങ്ങളോട് പറയാൻ പറ്റില്ല എന്നാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പങ്കെടുക്കുന്നത്. അങ്ങനെ കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ടും ചെറിയൊരു പ്രോഗ്രാം. അപ്പൊ പിന്നെ നമുക്ക് ടൈറ്റിൽ ലോഞ്ചിലേക്ക് നേരിട്ട് കിടക്കാം അല്ലെ. അപ്പൊ സാറിന്റെ പ്രസൻസോട് കൂടി സിനിമയിലെ താരങ്ങളെയും ക്രൂ മെമ്പേഴ്സിനെയും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ടൈറ്റിൽ ലോഞ്ചിലേക്ക് കടക്കുന്നതിന് മുന്നായി ഒരിക്കൽ കൂടി സാർ പറഞ്ഞതുപോലെ അല്ലു അർജുന്റെ സൗണ്ട് ഇങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജിസ്റ്റോയി സാറിന്റെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. To join for the title launching ceremony and also singing the valuable presence of the producers Mr. T.R. Shamsuddin sir and Mr. Venu Gopalakrishnan sir. രണ്ടുപേരെയും ഒരുമിച്ച് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. രണ്ട് പ്രൊഡ്യൂസേഴ്സ് ഫസ്റ്റ്ലി അവർ ഒരുമിച്ചതാ വേദിയിലേക്ക് എത്തുകയാണ്. നല്ലൊരു കൈ നൽകി തന്നെ നമുക്ക് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആൻഡ് നമ്മുടെ മലയാള സിനിമയിലെ പ്രോമിനന്റ് റൈറ്റേഴ്സ് ആയിട്ടുള്ള സഞ്ജയ് ബോബി ടീമിലെ സഞ്ജയ് സർ നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി തിരക്കഥാകൃത്തായ ശ്രീ സുരേഷ് സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. സെയിം പ്രസൻസ് ഓഫ് മിസ്റ്റർ സുരേഷ് സർ ആസ് വെൽ. സ്വാഗത പ്രസംഗത്തിൽ ജസ്റ്റോയ് സാർ സൂചിപ്പിച്ചിരുന്നു അമേരിക്കയിൽ പോയിട്ട് നമ്മുടെ നാട്ടിലെ ഒരു പാട്ട് കേട്ടതിന്റെ കഥ. തീർച്ചയായിട്ടും ഈ സിനിമയിൽ ഒരു മജീഷ്യൻ എന്ന് നമുക്ക് നിസ്സംശയം വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ്. സംഗീതം കൊണ്ട് നമ്മളെ പ്രണയിക്കാൻ പഠിപ്പിച്ച് പ്രണയത്തിലാഴ്ത്തിയ നമ്മളെ കരയിപ്പിച്ചിട്ടുള്ള മജീഷ്യൻ ആണ്. And now, ladies and gentlemen, the magician of the film, let us give a big hand to welcome the one and only Govind Vasantha. ദേവന്റെ കാര്യം നൽകിയതാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. The stage is almost set, but now here comes the very important part. Stage ഇപ്പോഴും incomplete ആണല്ലേ. And now we have to make it picture perfect. And for that, here I am gonna welcome a star who is also a favorite boy next door in the Malayalam film industry. ഒരുപക്ഷെ സിനിമ സ്വപ്നം കാണുന്ന ഏതൊരു വ്യക്തിക്കും അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും സ്വന്തം ജീവിതം ഒരു പാഠപുസ്തകമായി ഒരു വലിയ ഇൻസ്പിറേഷൻ നൽകുന്ന നമ്മുടെ സ്വന്തം ആസിഫിക്ക. Like I said in the beginning, അദ്ദേഹത്തിന്റെ ചിരിയെ കുറിച്ച് നമുക്ക് ഓണം സംസാരിക്കാം. And now, ladies and gentlemen, with a big round of applause, let us welcome the very own Asifika, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ആസിഫ് അലി. He is here. And now I think it's time for us to directly move to the title launching ceremony. എല്ലാവരുടെയും സാന്നിധ്യം കാംക്ഷിച്ചുകൊണ്ട് തന്നെ ടൈറ്റിൽ ലോഞ്ചിങ് സെറമണിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. So we can move to both sides so that everybody will get a good view at what is coming up next on the floor. So ladies and gentlemen, are you all ready? Camera team, media team, are you all ready to capture this? If yes, here we go. We can have a countdown അല്ലേ. ഒരു കൗണ്ട്ഡൗണിന് ശേഷം നമുക്ക് മുന്നിലേക്ക് നമ്മൾ കാത്തിരിക്കുന്ന ഒരു ടൈറ്റിൽ എത്തുന്നതാണ്. On the count of 3, 2, 1 and here we go. കോട്ടയം ബെൽറ്റ്. നമ്മളെ ഏറ്റവും ആകാംക്ഷയോട് കൂടി കാത്തിരുന്ന ആസിഫ് അലി ജിസ്റ്റോയ് വീണ്ടും ഒരുമിക്കുന്ന സിനിമ കോട്ടയം ബെൽറ്റ്. ടൈറ്റിൽ എങ്ങനെ ഇഷ്ടപ്പെട്ടോ? If yes, we can give a thunderous round of applause to the entire team. ഒരു നല്ല കൈ തന്നെ നമുക്ക് നൽകാം. Here we have proudly launched the title of the upcoming film. Once more, that is the excitement we need, and I was coming to that definitely. സിനിമയുടെ ഏകദേശം ഒരു ക്യാരക്ടർ ചെറുതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ. അപ്പൊ കൂടുതൽ ക്ലൂസ് നമുക്ക് ലഭിക്കുന്നതിനായിട്ട് ഒന്നുകൂടെ നമ്മളത് പ്ലേ ചെയ്യാനായിട്ട് പോവാണ്. So now we'll be playing the title launch video, the motion graphic yet another time here everyone. ടീമിന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുകയാണ്. ജിസ്റ്റോയ് സർ, ആസിഫിക and every single person who is associated with the film. So everyone to the center of stage. നമുക്ക് മിനിസ്റ്ററിനോടൊപ്പം ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മുടെ സെറമണീസിലേക്ക് നമുക്ക് കടക്കാം. സിനിമയിലെ താരങ്ങൾ നമ്മളോട് ഇനി സംസാരിക്കുന്നതാണ്, കൂടുതൽ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കുന്നതാണ്. Before that, a very quick picture to mark the valuable presence of Minister Advocate O.G. Janesh sir. എല്ലാവരും ചേർന്ന് ഒരു പിക്ചർ എടുത്ത് let us get into the next proceedings of the evening. Yes, okay, thank you so much. Title launch presence മാർക്കിയത് എല്ലാവർക്കും ഒരു big thank you so much sir. ഇന്നിവിടെ എത്തിച്ചേർന്ന് ടൈറ്റിൽ ലോഞ്ച് മലയാളികൾക്കായിട്ട് സമ്മാനിച്ചതിൽ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ
അഡ്വക്കേറ്റ് OJ ജനേഷ് സർ ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ നന്ദി അറിയിക്കുകയാണ്. അപ്പൊ നമ്മൾ കാത്തിരുന്ന ടൈറ്റിൽ നമുക്ക് മുന്നിലേക്ക് എത്തി. And now let us continue our celebrations. Let us continue listening to the wonderful talks from the stars who are associated with the film. അപ്പോ ആസിഫിക്ക നമ്മുടെ സ്റ്റേജിൽ വന്ന് ആ ഒരു എനർജിയിൽ നമ്മൾ നിൽക്കുമ്പോൾ അത് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലേ? നേരത്തെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മളെല്ലാവരും അദ്ദേഹത്തെ ആരാധിക്കുന്നതോടൊപ്പം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ തറച്ചു കയറുന്ന ഒന്നാണ് അദ്ദേഹത്തിന്റെ ചിരി. ഒരുപാട് സിനിമകളിൽ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും ആ ഒരു ചിരി തന്നെയായിരിക്കും ഏറ്റവും ആദ്യമേ നമ്മൾ ഓർക്കുന്നതും പറയുന്നതും. And he is a very good example to all the people who are fighting in their life that we will definitely succeed in. ഓരോ സിനിമ കഴിയുന്നതോറും സ്വയം ചാലഞ്ച് ചെയ്ത് സ്വന്തം ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്ത് റീഇൻവെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടർഫുൾ ആക്ടറാണ്. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ സ്നേഹവും സന്തോഷവും അറിയിച്ച് ഗംഭീരമായിട്ടുള്ള ഒരു കൈ നൽകി തന്നെ നമ്മുടെ സ്വന്തം ആസിഫിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. A conference round of applause to welcome a very own, a very favorite Asif Ali. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട ജിനീഷ്, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വരുന്നത് വരെ അല്ലെങ്കിൽ ഈ ഹോളിനകത്തേക്ക് കയറുന്നത് വരെ ഈ നാളെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന്റെ ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ വന്നിട്ട് ഞാനും നിങ്ങളും എല്ലാം ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടത് ജിസ്ജോയ് ആസിഫ് അലി കോമ്പിനേഷനിൽ നടക്കുന്ന എന്തോ മാജിക്കിനെ പറ്റിയിട്ട് പറയുന്നതാണ്. അതൊരു വലിയ ടെൻഷനും വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയി മാറി. പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഫീൽ ഗുഡ് സിനിമകളുടെ രാജകുമാരനായിരുന്ന ജിസ്ജോയ് നോട്ട് എനി മോർ അല്ല, തലവനോട് കൂടി അദ്ദേഹം ഗിയർ മാറ്റി പിടിച്ചു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എഗെയിൻ ഇതിലേക്ക് വരുമ്പോ തലവനിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയ മറ്റൊരു സിനിമയാണ് എത്തുന്നത്. ഡെഫിനറ്റ്ലി ഞാൻ സന്തോഷമുണ്ട്. അതിനേക്കാൾ ഉപരി ഇവിടെ കാണുന്ന എല്ലാ പേരുകളും എല്ലാവരുടെയും കൂടെ ഇതിനു മുന്നേ സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ വീണ്ടും ഒരുമിച്ച് സിനിമ ചെയ്യുന്നതിന്റെ ഒരു സന്തോഷം കൂടെ ഉണ്ട്. ആരുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അതിലും താങ്ക് യു. ഞാൻ പറയാനുള്ളതെല്ലാം ജിസ് പറഞ്ഞു കഴിഞ്ഞു. ഷൂട്ടിംഗ് നാളെ ആരംഭിക്കുകയാണ്. അതിന്റെ ഒരു ഫസ്റ്റ് ഡേ ടെൻഷൻ, ഒരു ഫസ്റ്റ് ഡേ ഫിയർ ഉണ്ട് എനിക്ക്. അത് സംസാരിക്കാൻ ഒരു മടിയും പേടിയുണ്ട്. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. ഇത് വലിയൊരു ഇവന്റ് ആണ്. പ്രൊഡ്യൂസേഴ്സ് താങ്ക് യു. ഇത്രയും വലിയ ഒരു കിക്സാർട്ടർ സിനിമയ്ക്ക് തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു. ഈ ഒരു മൊമെന്റിൽ പറയേണ്ട ഒരു കാര്യമാണ് ആസിഫിക്ക. കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നു. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നിൽക്കുന്ന ഒരു പിക്ചർ, എൻ ഫ്രണ്ട് പോലെ മച്ചാ എന്ന പാട്ടൊക്കെ ഇട്ട് BGM കിട്ട് നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് കാലം നമ്മൾ കാത്തിരിക്കണം ആ ഒരു മാജിക് സ്ക്രീനിൽ ഒന്നുകൂടെ കാണാനായിട്ട് അല്ലേ? എങ്ങനെയുണ്ട്? ഇപ്പൊ നേരത്തെ പറഞ്ഞിരുന്നു കണ്ടുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇമോഷനാണ്, ആ ഒരു ബോണ്ടാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നുള്ളത്. സോ 7th ഫിലിം, ഹൗ യു ഫീലിംഗ് അബൌട്ട് ദാറ്റ്? പുതിയതായിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടാകുമോ സെറ്റിൽ? പുതിയത് തന്നെയാണ്, ഡെഫിനറ്റ്ലി പുതിയത് തന്നെയാണ്. കാര്യം ഇതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് അത് തന്നെയാണ്. ഓരോ സിനിമ ചെയ്യുമ്പോഴും ഇപ്പൊ ഫീൽ ഗുഡ് എന്ന ആളുകൾ എടുത്തു പറയുന്നത് എനിക്ക് തോന്നുന്നു സൺഡേ ഹോളിഡേ ഒരു വലിയ ഹിറ്റ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ കുറച്ച് ക്രിമിനൽ മൈൻഡ് ഒക്കെ ഉള്ള ഒരാൾ തന്നെയാണ് ജിസ്ജോയ്. അപ്പോ അത് വളരെ നന്നായിട്ട് ഈ സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു കളർ സ്കീമും ഇവിടെ കാണിച്ച പോസ്റ്ററും ഒക്കെ കണ്ടോ മനസ്സിലാക്കാണ് ഇതൊരു ഫീൽ ഗുഡ് സിനിമയല്ല എന്നുള്ളത്. പിന്നെ പേഴ്സണലി എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുള്ള ഒരാളാണ്. എന്റെ എന്ത് പട്ടത്തരം ഞാൻ ചെയ്താലും ആദ്യം അഭിപ്രായം ചോദിക്കുന്നതും എന്നെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റും എന്ന് വാശി പിടിക്കുന്നതും എന്റെ സുഹൃത്താണ്. എല്ലാവിധ ആശംസകളും അറിയിക്കാണ്. അതിന്റെ കൂടെ ആസിഫിക്ക പോകാൻ ധൃതി വയ്ക്കാൻ തോന്നുന്നു. പക്ഷെ ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട്. സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത ഒരു വൈറൽ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇപ്പൊ ആ കട്ടി മീശയായിട്ടൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ മീശ പിരിക്കുന്ന ഒരു വീഡിയോ ആ ഒരു മൊമെന്റിലേക്ക് ഒന്നുകൂടെ ഇങ്ങനെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ഇപ്പോ ഇത്രയും പേര് നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ഹാളിൽ ഇത്രയും മീഡിയയുടെ ഫ്രണ്ടില് ലൈവായിട്ട് ആ മീശ പിരിച്ചാൽ എങ്ങനെയുണ്ടാവും? എല്ലാരും റെഡിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അതിന്റെ ഞാനിത് സിനിമയ്ക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് വെച്ച പീസാണ്. സിനിമ പിരിച്ച പോരെ ഇവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതെല്ലാവരും ഏറ്റെടുക്കട്ടെ. അപ്പൊ തിയേറ്ററിൽ കണ്ട് നമുക്കത് കൂടുതൽ എൻജോയ് ചെയ്യാം. അതിന് കൂടുതൽ രോമാഞ്ചം നമുക്ക് നൽകുന്നതിനായിട്ട് ഇപ്പൊ നമ്മൾ കേട്ട ട്രാക്ക് കൂടെ നമ്മൾ പ്ലേ ചെയ്യാം. അപ്പൊ അതിന്റെ ഒരു ഫീലില് അസലായിട്ട് മീശ പിരിച്ച് നമ്മുടെ കൂടുതൽ എന്റർടൈൻ ചെയ്യാനായിട്ട് ആസ്വദിക്കാനുള്ള റിക്വസ്റ്റ് ആണ്. ജസ്റ്റ് ഏട്ടാ മൈക്ക് മാറ്റിട്ടാണ് മീശ പിരിപ്പിക്കാറില്ല. സോ ഹിയർ കംസ് ദി മൊമെന്റ്, എവരിബഡി ഗെറ്റ് റെഡി ടു ക്യാപ്ചർ ദിസ് ആൻഡ് ഹിയർ ഈസ് ദി വീഡിയോ.
യെസ് എല്ലാവർക്കും കിട്ടി അല്ലേ? താങ്ക് യു സോ മച്ച് ആസിഫിക്ക. എപ്പോഴും ആസിഫിക്ക സ്റ്റേജിൽ വരുമ്പോൾ ഇതുപോലെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യേണ്ട മൊമെന്റ് ഗിഫ്റ്റ് ചെയ്തിട്ടാണ് എപ്പോഴും പോവുക. അത് ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ഫോർ ബീയിങ് ദ ബോയ് നെക്സ്റ്റ് ഡോർ ഇൻ ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി. താങ്ക് യു സോ മച്ച്. ഏറ്റവും സന്തോഷം ഫാമിലിയുടെ കൂടെയാണ് ഈ ഒരു മൊമെന്റ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ? അത് സ്റ്റേജിലേക്ക് വരുന്നതിന് മുന്നേ മോനെ നോക്കി എന്തോ എക്സ്പ്രഷൻ കിടുന്നത് ഞാൻ കണ്ടായിരുന്നു. എന്താ കൺവേ ചെയ്തത്? മോനോട് എന്താ പറഞ്ഞേ? അല്ല, ഞാനെയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ മോനെ ആരെയാണ് വിളിക്കുന്നതെന്ന്? ഇല്ലേ? സന്തോഷമായോ? ഒന്നും പറയുന്നില്ല അല്ലേ? താങ്ക് യു സോ മച്ച് ആസിഫിക്ക. റിക്വസ്റ്റിംഗ് യു ടു കൈൻഡ്ലി സെറ്റിൽ ഡൗൺ. അപ്പോൾ ഏറ്റവും മാസ്സായിട്ടുള്ള ഒരു മൊമെന്റ് കണ്ട് ആ ഒരു എനർജിയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മൾ ഏറ്റവും കാത്തിരുന്ന ആസിഫിക്കയുടെ വാക്കുകൾ ആദ്യമേ തന്നെ നമ്മൾ കേട്ടിരിക്കുകയാണ്. ആ ഒരു എനർജി ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു മൊമെന്റത്തോട് കൂടി തന്നെ ഇനി നമുക്ക് നെക്സ്റ്റ് അഡ്രസ്സസിലേക്ക് കടക്കാം. So now I think at the moment, do we have a producer Shamsu sir? Yes. Okay. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഈ സിനിമയിലെ ഭാഗമായിട്ടുള്ള ഓരോരുത്തരും അത്രത്തോളം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ്. ഇദ്ദേഹവും മനസ്സിൽ കാണുന്ന സ്വപ്നങ്ങൾ ഓരോന്നായി അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു താരം തന്നെയാണ്. നമുക്കറിയാം ഡ്രീം ക്യാച്ചർ പ്രൊഡക്ഷൻസ് 1983 ക്വീൻ, കാണേ എന്നീ സൂപ്പർ ഡ്യൂപ്പർ സിനിമകൾ നമുക്ക് സമ്മാനിച്ചതിന് ശേഷം അടുത്ത സിനിമയിലേക്ക് എത്തി നിൽക്കുകയാണ്. അതിന് കൂടെ ഒരു പൊരുത്തൂൽ കൂടിയുണ്ട്. മെന്റർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഫൗണ്ടറുമാണ്. ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് മേഖലയിൽ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? And now he is a very humble person. വന്നപ്പോൾ മുതൽ ഇവിടെ ഈ ഒരു ചിരിയായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. So now how are you feeling? എന്താണ് എല്ലാവരോടും പറയാനുള്ളത്? ചെയ്യും. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ആദരണീയ നമ്മുടെ യൂത്തിന്റെ പ്രിയങ്കരനായ യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് മിനിസ്റ്റർ അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് സാർ, അതുപോലെ തന്നെ കാസ്കാഡ് ബാങ്കിന്റെ ഡയറക്ടർ ടി എ നവാസ്ക, അതുപോലെ തന്നെ സ്റ്റേറ്റ് അറ്റോർണി ഡോക്ടർ അഡ്വക്കേറ്റ് അനൂപ് ബി നായർ, പിന്നെ ഈ സദസ്സിലിരിക്കുന്ന ബാക്കി എല്ലാവരും, പിന്നെ എനിക്ക് പേര് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആസിഫ് പറഞ്ഞ പോലെ തന്നെ ഞാനും കുറച്ച് nervous ആണ്. ആക്ച്വലി ഞാൻ കോളേജിലൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് വളരെ നന്നായി വളരെ പക്വമായിട്ട് സംസാരിക്കാൻ പറ്റാറുണ്ട്. പക്ഷെ ഇത്രയും മീഡിയയും ഇത്രയും എല്ലാവരും നിൽക്കുമ്പോൾ ഞാൻ തന്നെ സഞ്ജയേട്ടനൊക്കെ പറയുണ്ടായി, എനിക്കും പറയാൻ കുറച്ച് നെർവസ്നെസ് ഉണ്ട്. ഓക്കെ, അപ്പം അതിന് മുന്നേ തന്നെ വളരെ വളരെ ഗംഭീരമായ പ്രസംഗം കഴിഞ്ഞ ഒരു വെൽക്കം സ്പീച്ച് ജിസേട്ടൻ നടത്തുകയുണ്ടായി. ഞാൻ പുറത്തു നിന്നിട്ടാണെങ്കിലും സാറിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത്രയും ഗംഭീരമായ പ്രസംഗത്തിന് ശേഷം, ആസിഫിന്റെ ഇഷ്ടത്തോടുള്ള പ്രസംഗത്തിന് ശേഷം ഞാൻ എന്ത് പറയാനാണെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ എങ്കിലും പഠിച്ചിട്ടില്ല. ഇപ്പോ ഞാൻ ആക്ച്വലി ടൈറ്റിലിന് മുന്നേ പ്രസംഗിക്കാനാണ് ഇരുന്നത്. ഇപ്പോ ടൈറ്റില് അതിഗംഭീരമായിട്ടുണ്ട്. സത്യം പറഞ്ഞ ഇന്നലെയാണ് ജിസേട്ടൻ ഈ ടൈറ്റിലേക്ക് ഫൈനലിൽ ലോഞ്ച് ചെയ്ത്. പല ടൈറ്റിലുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു ടൈറ്റിലേക്ക് എത്തിക്കുമ്പോൾ ഓരോ ടൈറ്റിലും ഞങ്ങൾ എടുക്കുന്ന സമയത്ത് ആ ടൈറ്റില് പോയിട്ടുണ്ടാവും, അടുത്തൊരു ടൈറ്റിൽ വന്ന് അത് പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ലോഞ്ച് ഫിക്സ് ചെയ്തു. പക്ഷെ ലാസ്റ്റ് ഒരു ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ട് ഞെട്ടിപ്പോയി, അത്രയും കോരിത്തരിച്ചു പോയി. കാരണം ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സിനിമയാണ്. അത് മാത്രമല്ല ആ ടൈറ്റിലും അതിഗംഭീരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ഇന്നിപ്പോൾ ഈ ടൈറ്റിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ടൈറ്റിലിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം ഭയങ്കര ത്രില്ലടിപ്പിച്ചു. താങ്ക് യു ഫോർ ഇറ്റ് ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. സോ ഞാൻ ഇത്രയും കാലമായിട്ട് ആകെ 3 സിനിമകളെ ചെയ്തിട്ടുള്ളൂ. 1983 നിന്ന് തുടങ്ങി ഇത്ര കാലത്തിനുള്ളിൽ ആകെ 3 സിനിമയെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആ സിനിമകൾ കഴിഞ്ഞ് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ എനിക്ക് അവസരം തന്ന ജിസ് ജോയിനും അതേപോലെ ആസിഫിനോടുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. കാരണം ഇവരുടെ ഒരു കോംബോ ഫിലിം, അല്ലെങ്കിൽ ഈ മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കൊമേഴ്ഷ്യൽ കോംബോസ് ആണ്. എല്ലാവരും ഇത്രയും മീഡിയം എല്ലാവരും കാത്തിരിക്കുന്ന ഇവരുടെ കോംബോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്രയും പ്രതീക്ഷയുള്ള ഈ കോംബോയുടെ ഫിലിം
എനിക്ക് ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ അതിന് ശരിക്കും നിമിത്തമായത് സഞ്ജയ് ഏട്ടൻ തന്നെയാണ്. അപ്പൊ സഞ്ജയ് ഏട്ടനോട് എനിക്ക് താങ്ക്സ് പറയാതിരിക്കാൻ പറ്റത്തില്ല. സഞ്ജയ് ഏട്ടൻ വഴിയാണ് എനിക്ക് ഈ സിനിമയിലേക്ക് എത്താൻ പറ്റിയത്. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ എനിക്ക് ചെയ്യാൻ തന്നതിൽ ഞാൻ വീണ്ടും അവരോട് താങ്ക്സ് പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാ മീഡിയ പ്രവർത്തകരോടും, അതുപോലെ തന്നെ ഇവിടെ വന്ന് ഞങ്ങളുടെ ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്ത് ഞാനും ജിസേട്ടനും ആസ്മ എല്ലാവരും ഇൻവൈറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഓരോരുത്തരോടും എനിക്ക് നന്ദിയുണ്ട്. വന്ന് എല്ലാവരും ഞങ്ങളുടെ ഈ പടം വളരെ വിജയമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കണം, ഹെൽപ്പ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ടും തുടർന്നും പടം റിലീസ് ചെയ്യുമ്പോഴും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു സോ മച്ച്. Thank you very, very much and all the very best. Congratulations കൂടി അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. And very quickly let us move to the next segment. ഇനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പക്ഷേ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ആത്മാവിനെ സ്പർശിച്ചിട്ടുള്ള ആളെ തന്നെയായിരിക്കും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഒരു സിനിമയിലെ മജീഷ്യൻ എന്ന് നമുക്ക് അദ്ദേഹത്തെ നിസ്സംശയം വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. 96 സിനിമയിൽ റാം ആൻഡ് ജാനോ കോമ്പിനേഷനിൽ അവരുടെ ഒരു സൈലൻസ് നമ്മളെ ഹോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ മെയ്യഴകൻ സിനിമയിൽ ശ്രീ കമൽ ഹാസൻ സാർ പാടിയ യാരോ ഇവർ യാരോ പാട്ട് അത്രത്തോളം നമ്മുടെ ഹൃദയത്തോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ മജീഷ്യൻ എന്നല്ലാതെ വേറെ എന്താണ് നമ്മൾ വിശേഷിപ്പിക്കുക? അത്രത്തോളം ആഴത്തിൽ വാക്കുകൾ കൊണ്ട് നിർവചിക്കാൻ പറ്റാത്ത മൊമെന്റ്സിനെ നമുക്ക് ഒരു ഡെഫിനിഷൻ തന്ന് നമ്മുടെ ഹൃദയത്തിന്റെ അങ്ങേയറ്റത്ത് പോയി സ്പർശിച്ചിട്ടുള്ള the magician on violin in everything that he does. Ladies and gentlemen, we are now welcoming on stage the one and only Govind Vasantha. I think perfect ഒരു മൊമെന്റിൽ തന്നെയാണ് സ്റ്റേജിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ടൈറ്റിൽ ലോഞ്ച് ചെയ്തപ്പോൾ ആ ഒരു ഹോണ്ടിങ് ആയിട്ടുള്ള മ്യൂസിക് ഒക്കെ നമ്മൾ കേട്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഇമ്പാക്ട് അത്രത്തോളം വലുതായിരുന്നു. And we are so excited to listen to your music coming through the film. How are you feeling? I'm feeling nervous. ഭയങ്കര ഇൻട്രോക്കെ ആയിട്ട് ഇന്ന് സംസാരിക്കാതെ നമുക്ക് രണ്ടുപേരും പാട്ട് പഠിപ്പിച്ചാലോ? സംസാരിച്ചോളൂ. ഒന്നും ഞാൻ ആസിഫിന്റെ കഴിഞ്ഞ സർക്യൂട്ടിൽ ആണ് കഴിഞ്ഞ എൻ്റെ ആക്ച്വലി മലയാളം പടം. ആൻഡ് സർക്യൂട്ട് ഇസ് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ഫിലിംസ്. ഞാൻ ഇതുവരെ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടങ്ങൾ. ഞാൻ അത്രയും മനസ്സറിഞ്ഞ് ചെയ്ത സിനിമയാണ്. ആസിഫിന്റെ അടുത്ത് പലവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ അടുത്ത പടം എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ജിസേട്ടൻ്റെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വേറെ പ്രത്യേകിച്ച് പറയാനില്ല. താങ്ക് യു സോ മച്ച്. പാട്ട് പാടാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടാണല്ലേ? താങ്ക് യു സോ മച്ച്. നല്ലൊരു കാര്യം തന്നെ കൊടുക്കാം. Let's give a big round of applause. He is actually the pride of Malayalam cinema. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള വർക്കാണ് റിപ്പീറ്റഡ്ലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. And now coming to welcoming the next star. If I can look down, ഒരു പക്ഷേ നമ്മുടെ ഒരു ഗ്യാതറിംഗ് ഏറ്റവും കൂടുതൽ ക്രേസി ആക്കാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാറിനെയാണ് ഇനി വെൽക്കം ചെയ്യാനായിട്ട് പോകുന്നത്. And you might have already understood ആരെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. It's none other than Shine Tom Chacko. എവിടെ പോയോ? ഇൻവൈറ്റ് ചെയ്ത മൊമെന്റിൽ തന്നെ ഒരു ക്രേസിനെസ് കൊണ്ടുവന്നിരിക്കുകയാണല്ലോ, എല്ലാവരും ചിരിപ്പിച്ചിരിക്കുകയാണ്. ഷൈ ചേട്ടാ കേൾക്കുന്നുണ്ടെങ്കിൽ we are waiting for you here on the stage. ഇല്ല അല്ലേ? Okay. All right. നമ്മൾ വെയിറ്റ് ചെയ്യണോ? Shall we move ahead? ഇപ്പോൾ വരും. Okay, so moving on. It's time for me to welcome yet another star associated in the film. ഒരുപാട് സിനിമകളിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരു താരം തന്നെയാണ്. Ladies and gentlemen, it's now time for me to welcome the wonderful actor Bobby Kulian. വിളിക്ക് താരം ഇവിടെ ഇല്ലല്ലോ, കോമ്പറ്റീഷൻ ആയിട്ട് രണ്ടുപേരും ഇവിടെ പോയിരിക്കുകയാണല്ലേ? Okay, if I can have a look around, കാണുന്നവരെ ഇനി സ്റ്റേജിലേക്ക് വിളിക്കാം. Okay, I think ഏറ്റവും ലവ്ലി ആയിട്ടുള്ള ഒരു മൊമെന്റിലേക്ക് നമ്മൾ കടക്കുമ്പോൾ I was keeping it for the last, പക്ഷെ ഇപ്പോ രണ്ടുപേര് വിളിച്ച് സ്റ്റേജിലേക്ക് വന്ന ഒരു എംപ്റ്റിനെസ് മാറ്റാനായിട്ട് I think this is the perfect time to welcome that one person on the stage. നേരത്തെ ജസ്റ്റ് ജോയ് സർ തന്നെ സൂചിപ്പിച്ചിരുന്നു, 2017 സൺഡേ ഹോളിഡേ സിനിമ റിലീസ് ചെയ്തപ്പോൾ ആ സിനിമയിലെ പാട്ടുകൾ ഉൾപ്പെടെ ഒരുപാട് എലിമെന്റ്സ് നമ്മളെല്ലാവരും നെഞ്ചിലേറ്റി. അതിൽ ഒരുപാട് ഫേവറേറ്റ് സീൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഒറ്റ സെക്കൻഡിലൊന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് അവലൂനെ തേച്ചിട്ട് പോയ ആളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ ആസതിക്ക തിരിഞ്ഞ് നമ്മളെ തിരിഞ്ഞു നോക്കുന്ന ആ ഒരു ലുക്ക് തന്നെയാണല്ലേ
എപ്പോഴും BGM ഇട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു വിഷ്വലും അത് തന്നെയാണ്. ആ സിനിമയോട് കൂടി ചെറുതായിട്ട് തേപ്പുകാരി എന്നൊരു ടൈറ്റിൽ ലഭിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് ഒരുപാട് സിനിമകളിലൂടെ അസാധ്യ പെർഫോമൻസ് കാഴ്ചവെച്ച് പ്രോമിസിംഗ് ആക്ട്രസ് ഇൻ ദി ഫിലിം ഇൻഡസ്ട്രി എന്നൊരു ടൈറ്റിലേക്ക് വളർന്ന the wonderful actress, ladies and gentlemen, put your hands together for Shruti Ramachandran. നല്ലൊരു കൈഡി നൽകി തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മൾ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വളരെ മുന്നേ തന്നെ വന്ന് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ് അല്ലേ? യെസ്. So now I can see there your partner is already recording the video and that going to be a very sweet moment for you to celebrate as well. അപ്പോൾ മലയാളികൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ഈ ഒരു കോംബോ വീണ്ടും തിയേറ്ററിൽ കാണാനായിട്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ if I could use that liberty, തേപ്പുകാരി എന്ന ടൈറ്റിൽ മാറോ എന്താണ് ഈ പ്രതീക്ഷിക്കുന്നത്? How are you feeling about this combo being back together? But I think this movie is a lot more special. If you said Tepugari in the title, Adu Mathiya, one of the people was, I think, Shamsu. With Kane, Shamsuddin and Manu. There's one more person, Ahmed, who's in the audience with Madhuram. So our end cinema, I think Tepugari in the title Mathiya. So I think this film is a lot more special because of that. It's my second outing with Giselle and Nasir, and my third with Shamsu, with Kane Eyes and Podium Bell. I'm very excited and yeah, looking forward to it. I think നമ്മളാണ് കൂടുതൽ എക്സൈറ്റഡ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആസിഫ് അലി ശ്രുതി ആ ഒരു കോമ്പിനേഷൻ കാണാനായിട്ട് നമ്മൾ കൂടുതൽ എക്സൈറ്റഡ് ആണ്. ബിക്കോസ് അന്ന സിനിമയിൽ കോംബോ സീൻസ് അധികം ഇല്ലെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്തതാണ് നിങ്ങളുടെ ഒരു കെമിസ്ട്രി, the way you have been together in that film. And now let us eagerly look forward to the release of the film. Auntie, congratulations. Thank you. Yes. Can we have a big round of applause once again, everybody, to the very lovely, the wonderful actor, Shruti Ramachandran. Okay, so now, നമ്മൾ നേരത്തെ ചിരിപ്പിച്ച സ്റ്റാർ ഇവിടെ എത്തിയിട്ടുണ്ട്. The way I introduced him was ഈ ഒരു ഗ്യാതറിംഗിൽ കൂടുതൽ ക്രേസിനെസ് കൊണ്ടുവരാനായിട്ട് ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള വ്യക്തി എന്നാണ്. അത് ഓൾറെഡി അദ്ദേഹത്തെ വിളിച്ചപ്പോൾ ആ ഒരു മൊമെന്റിൽ തന്നെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. And now to bring in more crazy elements to our celebration, ladies and gentlemen, are you all ready to welcome Shine Tom Chandu? നല്ലൊരു കൈഡി നൽകി തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് ഹാജി, വെൽക്കം. താങ്ക് യു സോ മച്ച്. എന്താണ് ഷൈൻ ടോം ചേട്ടൻ ഇപ്പോൾ നമ്മളോട് എല്ലാവരോടും പറയാനുള്ളത്? ടൈറ്റിൽ അസാധ്യമായിട്ട് നമ്മളിങ്ങനെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് അല്ലേ? തിരുവനന്തപുരം ബെൽറ്റ്, കൊച്ചി ബെൽറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, കോട്ടയം ബെൽറ്റ് അല്ലേ? ബെൽറ്റ് ഇപ്പൊ ബെൽറ്റ് ഇടാത്തതാണ് ഫാഷൻ. ഇവിടെ ബെൽറ്റ് ഉള്ളതുകൊണ്ടാണോ ബെൽറ്റ് ഇടാതെ തന്നെ? അല്ലതാ, ഞാൻ ഇപ്പോഴാണ് ടൈറ്റില് അറിയുന്നത് അല്ലേ? അതെല്ലാം ലോഞ്ച് ചെയ്തോളൂ, മുന്നറിയില്ല. എന്ത് പറയണം എന്ന് ആലോചിക്കുകയാണെങ്കിൽ സിനിമയെ കുറിച്ചാണ്. സിനിമ ഷൂട്ട് തുടങ്ങാൻ പോകുന്നുള്ളൂ. അസിഫിന്റെ കൂടെ ഞാൻ ആദ്യം ചെയ്യുന്ന കൂടെ ട്രാഫിക്, അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. രാജേഷ് പിള്ളയുടെ കൂടെ ആ വണ്ടിയിലുള്ള രംഗങ്ങളും പരിപാടികളും ഒക്കെ. പിന്നെ അഭിനയിക്കുന്നത് പകിട. അതിനുശേഷം അല്ലേ അടികൂസ്, അമികൂസ്, അടിപൊളി അടി കണ്ടിട്ടുണ്ടാവും. ഇത് മൂന്നാമത്തെ അല്ലേ? പകിട കണ്ടിരുന്നു, പകിട കണ്ടിട്ടുണ്ടോ? അടികൂസ്, അമികൂസ്. യൂഷ്വലി ഞാനാണ് തിരിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടത്. ഇതിപ്പോ തിരിച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളോട് ചോദിക്കില്ലല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണല്ലേ? അതുകൊണ്ടല്ല, യൂഷ്വലി നമ്മള് തർക്കത്തിലും പറഞ്ഞു ശീലം. എന്നാ മേ ബി ഒരു ചാൻസ് ഞാൻ വേറെ ആരെങ്കിലും തരട്ടെ? ജസ്റ്റ് എന്നെ തരട്ടെ? ഇല്ല, ഒരു ചാലഞ്ച് ഏറ്റെടുക്കുന്നില്ല. ഡോക്ടർ റോണിക്ക് വേണമെങ്കിൽ എടുക്കാം. റോണിയാണ് നമ്മളെ സ്ഥിരമായി ചികിത്സിക്കുന്ന ഡോക്ടർ ആയതുകൊണ്ട് പറയില്ല. ഉണ്ടായ സെറ്റിൽ വെച്ചിട്ട് തിരിച്ച് നമുക്കൊരു ഗുളിക കൊടുത്തു വയ്ക്കും, ഇത് വായിലിട്ടു. ഇതൊന്നും ചോദിക്കാതെ പറയാതെ അല്ല, ഗുളികയല്ലേ അസീൻ ഓർമ്മയില്ലേ? അല്ലെ ഡോക്ടറാണെന്ന് വെച്ചിട്ട് കിട്ടണമൊക്കെ ഗുളിക കഴിച്ചിട്ട് കാര്യമുണ്ടോ? ഓർമ്മയുണ്ട് അസീൻ? അത് നമുക്ക് ഡോക്ടറല്ലാട്ടോ, വക്കീല.
വക്കീലിനോടും ഡോക്ടറോടും എന്താ പറയരുത്? കള്ളം പറയുന്നത്. സത്യം പറയാം. സത്യം പറയാമോ? പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ ഒരു റെസ്പോൺസിബിലിറ്റി കുറച്ചിരിക്കുകയാണ്. ഇനി എല്ലാം സ്വയമേ അങ്ങ് ഏറ്റെടുത്തുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ട് ഷൈനോട് എന്താണെന്ന് ചോദിക്കാറുള്ളത്. പേടിപ്പിക്കാനല്ലേ. എങ്ങനെയുണ്ട്? അസോസിയേഷൻ ആയല്ലോ എന്നുള്ള കാര്യം അറിയായിരുന്നു? എനിക്കറിയില്ല. അറിയില്ലായിരുന്നു. അല്ല, എനിക്കറിയില്ല. കാണുന്നത് അങ്ങോട്ട് നോക്കൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ അവിടെ സ്റ്റേജിൽ താഴെ ഇരിക്കുമ്പോൾ കണ്ടിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിയുടെ ഡാഡിയുടെ ഡോക്ടർ മെഡിക്കൽ ഡോക്ടറാണ്. ഏതാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്? ഞാനിപ്പോ ആയുർവേദ ഡോക്ടറാണ് ഓൾറെഡി. പക്ഷെ ഇപ്പൊ MBBS പഠിച്ചോണ്ടിരിക്കുകയാണ്. എന്താ? ആയുർവേദ ഡോക്ടറാണ് ഓൾറെഡി. സ്വിച്ച് ചെയ്തിട്ട് ഇപ്പൊ MBBSലേക്ക് കയറിയിട്ട് MBBS പഠിച്ചോണ്ടിരിക്കുന്നു. കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതിനിടയ്ക്ക് അലോപ്പതിയിലോട്ട് മാറി. അലോപ്പതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഹോമിയോപ്പതി ഇംഗ്ലീഷ് മരുന്ന് തന്നെ. അതെന്താ അങ്ങനെ? അതിനാണ് ഡിമാൻഡ് കൂടുതലല്ലേ? ഓക്കെ ഓക്കെ. സീനിയർ ഡോക്ടറാണ് പുള്ളി. ഓർത്തോ അല്ലേ? MBBS ഗ്രാജുവേറ്റ്. MBBS അല്ലേ? അല്ലടാ, ഓർത്തെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി അല്ലേ? ഏതാ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള രണ്ടുപേരും? ചെറുതായിട്ട് ടോപ്പിക്കിൽ നിന്ന് വഴി മാറി പോകുന്നുണ്ടോ ഒരു സംശയം. അല്ല, നമ്മള് ഈ കഥ നമുക്ക് കോട്ടയം ഭരിച്ചതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതാണ് പറഞ്ഞത്. തിരുവനന്തപുരം പറ്റിയ ശേഷം കൊച്ചി പറ്റിയ ശേഷം നമുക്ക് കഥ പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെന്താ പറയാ? ഈ പടം കമ്മിറ്റിയിലുണ്ടായ ഒരു കാരണം പറയാം. കാരണം പടം ചെയ്യാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. പിന്നെ ഇതിന് മുന്നേ ഒരു സബ്ജക്റ്റ് ആയിട്ട് നമ്മള് എവിടെയൊന്നും ഓർമ്മയുണ്ട പടയുടെ ലൊക്കേഷനിൽ വന്നിരുന്നു. അന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അതിന് മുന്നേ നമ്മള് അസിസ്റ്റന്റ് ഡയറക്ടർ ആവുന്ന സമയത്ത് നമ്മുടെ ഇവര് 3 പേരും കൂടി പരസ്യങ്ങൾ ഒളിച്ച് ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നു. ഇഷ്ടം കൂടിയുള്ള സമയം. ഈ പരസ്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോഴും ചെയ്യുന്നില്ല പരസ്യം. അത് കഴിഞ്ഞ് പടം ചെയ്യാൻ തുടങ്ങി. മെന്റലിസ്റ്റും കൂടിയാണ് അല്ലേ? മെന്റലിസ്റ്റിന്റെ പരിപാടിക്ക് നമ്മൾ പോകാറില്ല. കാരണം മെന്റലിസ്റ്റ് സീക്രട്സ് ആണല്ലോ പറയണത് അല്ലേ? നമ്മളെ പറ്റി ഒരു സീക്രട്ടും ഇല്ലാട്ടായിരിക്കും അറിയാം. അതുകൊണ്ടാണ് അതൊരു കാര്യമില്ല. നമ്മളെ പറ്റി കുറെ സീക്രട്സ് ഉണ്ടാവുമല്ലോ. ഞാൻ പറയണോ വേണ്ട അല്ലേ? ഞാൻ സിംഗിളാണ്. എനിക്ക് പറയാം. അതുകൊണ്ടാണ് പറയാം സീക്രട്സ് ഒന്നുമില്ല. എന്തെങ്കിലും സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് സ്കോഡിന്റെ ഇല്ലേ? കുറച്ചധികം നേരത്തെ ഗസ്റ്റ് ആയിരുന്നു. എന്തെങ്കിലും ഒന്നും പറയുന്നില്ല. വഴിയുണ്ടാക്കാം. പ്രൊഡ്യൂസർ ചോദിച്ചിട്ട് വഴിയുണ്ടാക്കാം. ഷംസു ഒരു ഇതിൽ ഒപ്പിച്ച എനിക്ക് നോക്കാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് മനസ്സിലായ സഭാഗം ഉണ്ടോ? ഇല്ല. അരങ്ങൊഴിഞ്ഞാലും താങ്ക് യു. എല്ലാവരും പടം കാണണം അല്ലേ? ഓരടിപ്പിക്കാതെ. താങ്ക് യു. Thank you so much. I think crazy moments എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് ഇത്രത്തോളം അന്വർത്ഥമാകുമെന്ന് ഞാൻ കരുതിയില്ല. അതിനെ കംപ്ലീറ്റ് ജസ്റ്റിഫൈ ചെയ്യുന്ന മൊമെന്റ്സ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. കോട്ടയം ബെൽറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചെങ്കിലും പല വഴിക്ക് പോയി. And yes, he succeeded in giving us some of crazy moments here in the gathering. Thank you so much. എവിടെ ഡോക്ടർ? രണ്ടുപേർക്കും ഒരു big thank you. Yes. Okay, and now moving on. So now, ladies and gentlemen, നേരത്തെ ഷൈൻ ടോം ചേട്ടനോടൊപ്പം തന്നെ വെൽക്കം ചെയ്ത നമ്മുടെ നെക്സ്റ്റ് ആക്ടർ ബോബി കുര്യൻ സർ ഇപ്പോ ഇവിടെ നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. യെസ്, there he is. നല്ലൊരു കൈയ്യടി നൽകി തന്നെ അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ആക്ടറാണ്. We have also been fascinated by his acting skills. സുമതി വളവ് പണി സിനിമകളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള മുഖമാണ്. അപ്പോ പുതിയ സിനിമ വിശേഷമാണെങ്കിൽ ഇപ്പോൾ നമ്മളോട് പറയാനുള്ളത് അല്ലേ? ഗുഡ് ഈവനിങ്. ക്ഷമിക്കണം, എൻ്റെ സൗണ്ട് പോയിരിക്കണം. എന്നാലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരുപാട് സന്തോഷം.
ഈ സിനിമയെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ 2-3 പ്രോജക്റ്റ് തീർത്തിട്ട് ഞാൻ UK തിരിച്ചു പോകാൻ വേണ്ടി ടിക്കറ്റും ബുക്ക് ചെയ്ത് പറയും ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ഞാൻ പോകുന്നതിൻ്റെ ഒരു 3 ദിവസം മുമ്പാണ് എനിക്ക് ജിസിൻ്റെ കോള് വരുന്നത്. ഗോചര നമ്മളിങ്ങനെ ഒരു സിനിമ ചെയ്യാണ്, അപ്പം ഞാൻ പറഞ്ഞു എന്നത്തേക്ക് തുടങ്ങുന്നത്, നമ്മൾ ഉടനെ തന്നെ തുടങ്ങാൻ പോകാറ്. ഞാൻ പറഞ്ഞു UK ഒന്ന് പോയിട്ട് വന്നാലോ? ഇല്ല, സമയമില്ല. ഞാനൊന്നും ചോദിച്ചില്ല ഇന്ന് വരെ, ഈ സിനിമയോ സിനിമയുടെ കഥാപാത്രത്തിനെ കുറിച്ചോ ഒന്നും ഞാൻ ചോദിച്ചില്ല. കാരണം വിളിച്ചിരിക്കുന്ന ജിസ്സാണ്. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചു, ആരൊക്കെയാണ് അഭിനയിക്കുന്നത്? ആസിഫ് അലി എന്ന് പറഞ്ഞു. ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഞങ്ങൾ UK ഒരുപാട് സൗഹൃദങ്ങളുള്ള ഒരാളാണ്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ആസിഫ്. അതുപോലെ തന്നെ ജിസ് അടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത്രയും നല്ലൊരു ക്യാരക്ടർ, വളരെ സ്വീറ്റ് ആയിട്ടൊരു പേഴ്സണാലിറ്റി. പിന്നെ ഇതിൽ അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ പേരുകൾ പറഞ്ഞപ്പം ഞാൻ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിക്കഴിഞ്ഞ് ഞാൻ എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന, കൂടെ അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുകൾ ഈ സിനിമയിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം ഇതിൻ്റെ ടൈറ്റില് ഇപ്പോഴാണ് ഞാൻ കാണുന്ന ഒരു ഗംഭീര ടൈറ്റിൽ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി, കോട്ടയം ബെൽറ്റ്. ഞാൻ ആസിഫിലൂടെ എനിക്കിങ്ങനെ ഒരു വേഷം ഓഫർ ചെയ്ത ജിസിനോടും ഇതിൻ്റെ ദീർഘകാലത്തിനോടും ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനോടും എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. നാളെ ഞങ്ങൾ തുടങ്ങുകയാണ്. എല്ലാവരും അനുഗ്രഹമാണ്. താങ്ക് യു സോ മച്ച്.